ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ളത് മൂന്ന് മുന്നണികൾക്കും ഇപ്പോൾ അഭിമാന പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇവിടെ CPM-ഉം വാർഡ് തലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. വാർഡുകളിൽ മാറ്റം വന്നതോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള അവരുടെ ചർച്ചകൾ അത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ 17 സീറ്റുകൾ ഉണ്ടായിരുന്ന CPI ഇപ്പോൾ ഒരു സീറ്റ് കൂടി അധികം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 18 സീറ്റിൽ മത്സരിക്കാൻ, 18 വാർഡുകളിൽ മത്സരിക്കാൻ പോകുന്നു CPI. CPM-ന്റെ പ്രഥമ പട്ടികയിൽ തന്നെ SP ദീപക്, SA സുന്ദർ, മുൻ മേയർ K ശ്രീകുമാർ, ബഞ്ചൂർ ബാബു, RP ശിവജി, ജയിൽകുമാർ എന്നിവരുടെ പേരുകളാണ് മേയർ സ്ഥാനാർത്ഥി പട്ടികയിലേക്കുള്ളത്. എന്നാൽ മുൻ MP കൂടിയായിട്ടുള്ള A സമ്പത്തിന്റെ പേരും മേയർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. മുതിർന്ന നേതാവിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാൻ പാർട്ടി നേതൃത്വത്തിനും താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് അതുവഴി ലഭിക്കുന്നത്. UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ എന്ന് പറയപ്പെടുന്ന കീറാമുട്ടി പോലെ നിൽപ്പുണ്ട്. എങ്കിലും ഇത്തവണ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് K മുരളീധരനാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും തർക്കമായി തുടരുന്നുണ്ട്. എങ്കിലും മുസ്ലിം ലീഗ് 10 വാർഡുകളിലും RSP 5 വാർഡുകളിലും മത്സരിച്ചിരിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ കൂടിയും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത്.